യേശുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് അവർ പോയി. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കർത്താവ് മരിച്ചതിന് ശേഷമായിട്ട് കർത്താവിനെ കല്ലറയിൽ അടക്കി 3 സ്ത്രീകൾ യേശുവിൻ്റെ ശവശരീരത്തിന്മേൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശുവാൻ വേണ്ടി കടന്നു പോവുകയാണ്. യാക്കോബിൻ്റെ അമ്മ മറിയ, മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, ഈ 3 സ്ത്രീകൾ കല്ലറയിലേക്ക് ചെല്ലുന്നു. എന്നാൽ 2 ദേവദൂതന്മാർ പ്രത്യക്ഷനായിട്ട് പറയാണ്, നിങ്ങൾ ജീവനുള്ളവരുടെയും മനുഷ്യരുടെയും അന്വേഷിക്കുന്നത്, അവനിവിടെയില്ല. ഈ വർത്തമാനം അവർ തിരിച്ച് ശിഷ്യന്മാരുടെ അടുത്ത് പറയുമ്പോഴേക്കും ശിഷ്യന്മാരിൽ ഒരുത്തനായ പത്രോസ് ഓടി കല്ലറയിലേക്ക് വന്ന് നോക്കിയിട്ട് യേശുവിൻ്റെ വസ്ത്രമല്ലാതെ അവിടെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ തിരിച്ച് ഈ വർത്തമാനം അറിയിക്കുമ്പോൾ 2 പേര് കർത്താവുമായിട്ടുള്ള എല്ലാ സ്നേഹങ്ങളും എല്ലാം മതിയാക്കി അവരുടെ സ്വന്തം പട്ടണമായ എമ്മൗസിലേക്ക് അവർ യാത്രയാകുകയാണ്. ഈ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ആ യാത്രയുടെ പ്രത്യേകതകളാണ്. ഒന്ന്, വാഗ്ദത്ത ദേശം വിട്ട് സ്വന്തം പട്ടണത്തിലേക്കുള്ള യാത്ര. ദൈവം അവർ ആഗ്രഹിച്ചത് അവർ യെരുശലേമിൽ ഇരിക്കണമെന്നായിരുന്നു. പക്ഷേ അവർ യെരുശലേമിൽ ഇരുന്നില്ല. അവർ വാഗ്ദത്തം വിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് യാത്രയായി. പക്ഷേ വാഗ്ദത്തം വിട്ടപ്പോൾ രണ്ടാമതായിട്ട് സംഭവിച്ചത് അവിടെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും യാത്രയായിരുന്നു. പിന്നീട് സംഭവിച്ചത് അവരുടെ കണ്ണ് അടയപ്പെട്ടു പോയി. 4, വാടിയ മുഖത്തോടു കൂടിയുള്ള യാത്ര. 5, നിരാശരായി തീർന്ന യാത്ര. 6, ഭയത്തോട് കൂടിയുള്ള യാത്ര. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ അവിടെ ചിന്തിച്ചത്. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഒന്ന് നോക്കിയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഉള്ളപ്പോഴും യേശു ചെയ്ത 3 പ്രവർത്തികളും കൂടെ നാം ജസ്റ്റ് ഒന്ന് നോക്കി. യേശു അവരോട് ചേർന്ന് നടന്നു. 2, യേശു അവരോട് സംസാരിച്ചു. 3, യേശു അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി എന്നോണം നമ്മൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇവർ ഒത്തിരി തർക്കിച്ചും വാദിച്ചും നിരാശപ്പെട്ടുമൊക്കെ അവരുടെ യാത്ര തുടർന്നെങ്കിലും അവർ അവരുടെ സ്വന്തം പട്ടണത്തിലേക്ക് അടുക്കുവാറാകുന്ന സമയത്താണ് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്. നമുക്ക് വേഗത്തിൽ ആ വാക്യം വന്നെടുക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. 28-ാമത്തെ വാക്യം, അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അടുത്ത വാക്യം, അവരോ ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർക്കുവാൻ ചെന്നു. നോക്കി, ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നിട്ട് പോലും ഈ 2 ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് അവിടെ ക്ഷണിച്ചതെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. കാരണം യേശു അവരോട് പറയുന്ന 2 വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നാം ആണെങ്കിൽ യേശുവിനെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 25-ാമത്തെ വാക്യത്തിൽ യേശു അവരെ വിളിക്കുന്ന 2 വാക്കുകളുണ്ട്. 1, മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നുണ്ട്. 2, അവരെ വിളിക്കുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? ബുദ്ധിഹീനരെന്നും വിളിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ആരെങ്കിലും നോക്കി, ഇപ്പോൾ റെനിജാൻ എന്നെ നാളെ ഇങ്ങോട്ട് നോക്കി, എൻ്റെ മന്ദബുദ്ധി അല്ലെ എൻ്റെ ബുദ്ധിഹീന എന്നങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പുറമേ ഒന്നും പറയത്തില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതൊരു നീരസം, എന്നെങ്കിലും ഞാൻ ഇതിന് അല്ലേ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത് അല്ലേ. നമ്മളെ നോക്കി 2 പേർ അങ്ങനെ പറയും, മന്ദബുദ്ധി, എന്തൊരു മന്ദബുദ്ധിയാ, അല്ലെങ്കിൽ ബുദ്ധി, നിനക്ക് ഒരു ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം ലെവലേഷൻ പോയിട്ടില്ല നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം നേരെ മറിച്ചായിരിക്കും. പക്ഷേ ഇത്രയും 2 വാക്കുകളൊക്കെ വിളിച്ചിട്ടും അവരുടെ സ്വന്തം വീടിനോട് അടുക്കാറായപ്പോഴേക്കും യേശു മുന്നോട്ട് നടന്നു പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് ഈ 2 പേര് വന്നു, ഇന്ന് രാത്രി നീ ഞങ്ങളുടെ കൂടെ പാർക്കണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കായിരിക്കും, ഈ 11.5 കിലോമീറ്ററും യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ ഈ 2 പേർക്കും ഒരു കാര്യം മനസ്സിലായി, മറ്റുള്ളവരിൽ നിന്നും യേശു വ്യത്യസ്തനാണെന്ന് ഈ 2 ശിഷ്യന്മാർക്കും മനസ്സിലായി. ഇന്ന് രാത്രി നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കുന്നത്? മറ്റുള്ള ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ നാം ജീവിച്ചു വരുമ്പോഴേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ പിടിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് വ്യത്യസ്തനായ ഒരു കർത്താവിനെ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു യേശുവിനെ നമ്മുടെ ജീവിതത്തിന്മേൽ കിട്ടിയതിൽ പര സന്തോഷം വേറെ എന്താണുള്ളത്? അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നാം ആരാധിക്കുന്ന കർത്താവ് ഒരു സാധാരണക്കാരനല്ല. കണ്ണുണ്ടായിട്ടും കാണാതെയും, ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും, കൈകളും കാലുകളും ഉണ്ടായിട്ടും നടക്കാതെയും സ്പർശിക്കാതെയും ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ലല്ലോ നാം ആരാധിക്കുന്നത്. നാം വിളിക്കുമ്പോൾ, അപ്പാ എന്നൊന്ന് ഉറക്ക വിളിക്കുമ്പോൾ, നമ്മുടെ കരച്ചിലിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ആ ഒരു നല്ല കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്മേൽ കടന്നു വന്ന മുഖാന്തരമായിട്ട് അവൻ ദോഷമായിട്ടൊന്നും
നമ്മുടെ കർത്താവ് ഇതുവരെ ചെയ്തിട്ടില്ല. ബർത്തിമായോട് ചോദിച്ചാൽ ബർത്തിമായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ജനനം മുതൽ തന്നെ ഞാനൊരു കുരുടനായിട്ട് പറഞ്ഞു. പക്ഷേ യേശു കർത്താവ് യെരിഹോവിൽ എത്തിയെന്നുള്ള വാർത്ത അവൻ കേട്ടപ്പോൾ ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കുണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അനേകം പേരുടെ ശബ്ദങ്ങൾ ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട്, അനേകം പേരുടെ കാൽപെരുമാറ്റങ്ങൾ ഈ മനുഷ്യൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ആരോ പറയുന്നത്, കടന്നു പോകുന്നത് സാധാരണക്കാരനല്ല, അവൻ വ്യത്യസ്തനായിട്ടുള്ള ഒരുവനാ, അവൻ വ്യത്യസ്തനായിട്ടുള്ളവൻ. അവനൊരു കാര്യം മനസ്സിലായി, ആരെന്നെ തടഞ്ഞാലും, ശിഷ്യന്മാരെന്നെ തടഞ്ഞാലും ഞാൻ ഉറക്ക വിളിക്കാൻ പോകുക, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് കാണുന്നത്, യേശുവേ രാജാവേ എന്നോട് കനിവ് തോന്നണമേ. എന്താ രാജാവ് ചെയ്യുന്നത്? രാജാവിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ രാജ്യത്ത് എന്ത് നിയമങ്ങൾ നടപ്പാക്കാനും ഒരു രാജാവിന് കഴിയുമെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ ഉറക്കം നിലവിളിക്കുന്നത്, യേശുവേ രാജാവേ എന്നോട് മനസ്സലിയണമേ. യേശു അവിടെ നിൽക്കുകയാ. അനേകം പേര് യേശുവിനോട് പറഞ്ഞു, നോ 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 നമുക്ക് പോകാം, നമുക്ക് യാത്ര തുടരാം. പക്ഷേ യേശു ആ മനുഷ്യന്റെ നിലവിളി കേട്ടിട്ട് അവിടെ നിന്നിട്ട് അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉടൻ തന്നെ അവനെ സൗഖ്യമാക്കുക. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഉറക്കൊന്ന് വിളിക്കാൻ സാധിക്കുമോ? യേശുവേ ദാവീദ് പുത്ര, യേശുവേ രാജാവേ എൻ്റെ വിഷയങ്ങളിന്മേലൊന്ന് ഇടപെടണമെന്ന് ആരും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കുക. എത്ര പേരതൊന്ന് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നില്ലെങ്കിലോ, ഒരു നല്ല വാക്ക് പറയുവാൻ ആരുമില്ലെങ്കിലോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിക്കുക, യേശു വ്യത്യസ്തനാണെന്നുള്ളൊരു തിരിച്ചറിവ് ആർക്കുണ്ടോ അവിടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. യേശുവിനെ നാം എങ്ങനെയാണ് കാണുന്നത്? വ്യത്യസ്തനായിട്ടാണോ, അതോ ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണോ നാം ആരെങ്കിലും? നോ 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 യേശുവിനെ വ്യത്യസ്തനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തനായ നല്ല കർത്താവ്. ഓക്കെ, ഈ രണ്ട് ശിഷ്യന്മാരും യേശു വ്യത്യസ്തനാണെന്ന് അറിഞ്ഞപ്പോൾ അവർ യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുക. ഇപ്പോൾ യേശു അവരുടെ ഗസ്റ്റാണ്. ഈ രണ്ട് ശിഷ്യന്മാരുടെ ഗസ്റ്റാണ് ആര്? യേശുവാണ്. യഹൂദന്മാരുടെ കൾച്ചർ അനുസരിച്ച് ഒരു ഗസ്റ്റ് അവരുടെ വീട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത്, ഇതുവരെ ആരും കുടിക്കാത്ത ഗ്ലാസ്സിൽ വേണം അവർക്ക് പാനീയങ്ങൾ വിളമ്പുവാൻ. അതോടൊപ്പം തന്നെ ഇതുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത പാത്രത്തിൽ വേണം അവർക്ക് ഭക്ഷണങ്ങൾ വിളമ്പുവാൻ. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിക്കുന്നത്. യേശു എന്ത് ചെയ്യാണ്? ഈ കാര്യങ്ങളെല്ലാം ഈ രണ്ടു പേർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ, കാരണം യേശു എന്ത് ചെയ്യുക, ഈ ഓരോ അപ്പങ്ങളും പാനീയങ്ങളും എല്ലാം എടുത്ത് സെർവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആര് മാറുക? യേശു അവിടെ മാറുക. കാരണം യേശുവിനെ അവരുടെ ഗസ്റ്റായിട്ടല്ല, ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശുവിനെ അവരുടെ ഗസ്റ്റായിട്ടല്ല കണ്ടത്, ആ വീടിൻ്റെ ഒരു ഓണർ എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെ അധികാരിയായിട്ട് അവർ യേശുവിനെ അങ്ങ് കണക്കാക്കിയ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധത നമ്മളോട് ചോദിക്കാം, നാം യേശുവിനെ ഒരു ഗസ്റ്റായിട്ടാണോ കാണുന്നത്, അതോ നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഉത്തരവാദിത്വങ്ങളും അവനെ ഏൽപ്പിക്കുക അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണോ നാം മാറുന്നത്? പലപ്പോഴും നാം ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ, എന്തെങ്കിലും ഒരു ഭാരം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിട്ട് പറയും, യേശുവേ ഒന്ന് വരണമേ, യേശു എന്ന് വരണമേ. നമ്മുടെ പ്രാർത്ഥനയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് യേശു ഓടി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങ് വരും, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും. പക്ഷെ മറുപടി തന്നു കഴിയുമ്പോഴേക്കോ നമ്മുടെ ഭാവങ്ങളും നമ്മുടെ എല്ലാം മാറിയിട്ട് പിന്നെ യേശുവിനെ നമുക്ക് കണ്ട പരിചയം പോലും ഇല്ലാത്ത രീതിയിലാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവം പറയുക, യേശുവിനെ നമ്മുടെ ഗസ്റ്റായിട്ടാണോ കാണുന്നത്, അതോ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്വങ്ങളും അങ്ങയിൽ മാത്രം? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഹിതമല്ലപ്പ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറമേറണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നോ അവരിൽ കൂടിയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് രാത്രിയിൽ എത്ര പേര് അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു? കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും എനിക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, എനിക്കൊത്തിരി ഇഷ്ടങ്ങളുണ്ട്. നോ എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ, എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ ഉപരിയായി യേശുവിൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ മേൽ നടക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നോക്കിയേ, യേശുവിനെ ഒരു അതിഥിയായിട്ടാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ അതിഥിയുടെ പ്രത്യേകത എന്താ? അതിഥിയുടെ പ്രത്യേകത, ഞാനിപ്പോൾ പ്രിൻസ്ജാനെ ഇപ്പം എൻ്റെ വീട്ടിലോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. ഇപ്പം എൻ്റെ അതിഥിയാണ് പ്രിയ മിൻസ്ജാനും മിൻസി ചേച്ചിയും. അപ്പം ഇവർ രണ്ടുപേരും ഇപ്പം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ഗസ്റ്റ് ആണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും 1 മണിക്കൂറായി, 2 മണിക്കൂറായി. പക്ഷെ അത് കഴിയുമ്പോഴേക്കും അവർ പറയും, പക്ഷേ എന്നാൽ ബൈ ബൈ. കാരണം ഈ അതിഥികൾക്കൊരു പ്രത്യേകത ഉണ്ട്, അവർ അധികം സമയം ഇരിക്കത്തില്ല, അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? അങ്ങ് പോവും. പക്ഷേ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അതിഥിയായിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ യേശു അങ്ങ് പോകും. പക്ഷേ ഇന്ന് രാത്രിയിൽ പറഞ്ഞാട്ടെ, സർവത്തിൻ്റെയും അധികാരം
കരമുയർത്തി ഒന്ന് പറയാൻ മതി മക്കളെ. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും, അത് ഒരു A to Z വരെയായിട്ട് നമ്മുടെ കർത്താവിന് സർവ്വതും അങ്ങയുടെ ഹിതമനുസരിച്ചാണെന്ന് ആര് പറയുകയാണെങ്കിലുണ്ടല്ലോ, അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ അത്ഭുതങ്ങൾ. ഞാൻ വേഗത്തിൽ അങ്ങ് പോവുക. നോക്കി, യേശു അവിടെ എന്താ ചെയ്യുന്നത്? 31-ാം വാക്യത്തിൽ കാണുന്നു. യേശു അവിടെ ഉടനെ അവരുടെ കണ്ണുകൾ തുറന്ന് അതിന് തൊട്ടുമാക്കി അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു, അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. പെട്ടെന്നാണ് അടുത്ത വാക്യം ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ആ വാക്യം കൊണ്ട് നിർത്തുകയാണ്. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കരുത്, എന്താണ് പെട്ടെന്ന് യേശു അപ്പമൊക്കെ എടുത്ത് ഈ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ പെട്ടെന്ന് എന്താണ് കണ്ണു തുറക്കുവാനുള്ള കാരണം? ഞാനിങ്ങനെ ചിന്തിക്കുന്നു. യേശു കർത്താവ് ഈ അപ്പമൊക്കെ എടുത്ത് ശിഷ്യന്മാർ അടുക്കലേക്ക് അങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ്റെ ആണിപ്പാടുള്ള കരം ഈ 2 ശിഷ്യന്മാരും കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ 11.5 കിലോമീറ്ററും തങ്ങളോട് സംസാരിച്ച വചനത്തിൻ്റെ മർമ്മങ്ങളെയൊക്കെ വെളിപ്പെടുത്തി കൊടുത്തത് സാധാരണ ഒരുവനല്ലെന്ന് അങ്ങ് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് ഇവരുടെ കണ്ണങ്ങ് തുറക്കുക. ഇന്ന് രാത്രിക്കാലം കർത്താവിൻ്റെ ആ സ്നേഹം എത്ര പേരൊന്ന് അനുഭവിച്ചറിയുന്നുണ്ട് ദൈവമക്കളെ? നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന അരുമനാഥന്റെ സ്നേഹം, ആ ആണിപ്പാടുള്ള കരം ഇന്ന് രാത്രിയിൽ എത്ര പേരുടെ ഹല്ലേലൂയ എത്ര പേർക്കൊന്ന് ഓർക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് രാവിലെ പ്രിയ ദൈവദാസനിൽ നിന്ന് നാം കേട്ടതുപോലെ തന്നെ കാൽവറി ക്രൂശിലെ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് നമ്മളോട് വിചാരിച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആ പ്രാണനാഥനോട് അത്രമാത്രം സ്നേഹമുണ്ട്? ഈ കർത്താവിൻ്റെ സ്നേഹം അറിയുമ്പോഴുണ്ടല്ലോ, പിന്നെ കണ്ണങ്ങ് തുറക്കും. പിന്നെ പഴയ പേടിയും നിരാശകളും എല്ലാം അങ്ങ് മാറി മറിയുക. ഇന്ന് രാത്രി ശാന്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നമ്മുടെ കണ്ണുകൾ മറ്റതിലേക്കൊന്നും തുറക്കാതെ ആ കാൽവരി ക്രൂശിലെ അപ്പായിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുമെങ്കിൽ നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ മൂറ്റി തന്ന ആ അരുമനാഥന്റെ സ്നേഹം ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഓർക്കുവാൻ? ഹല്ലേലൂയ. ദൈവങ്ങളെ, യേശുവിൻ്റെ കരത്തിൻ്റെ ധാരാളം പ്രത്യേകതകൾ നമ്മുടെ തിരുവനന്തപുരത്ത് കാണുവാനായിട്ട് സാധിക്കും. 1 ദയുള്ള കരം, 2 സൗഖ്യമാക്കുന്ന കരം, 3 ഉയർത്തുന്ന കരം, 4 കരുതുന്ന കരം, 5 സംരക്ഷിക്കുന്ന കരം, 6 അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കരം. ഇത് ഓരോന്നും വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിവരിക്കാൻ പറ്റും. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. നമ്മുടെ സമയം വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഈ ദയുള്ള കരമെന്ന് പറയുമ്പോഴേക്കും പഴയ നിയമ പുസ്തകത്തിലേക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് ഈ ദയുള്ള കരത്തിലേക്ക് ഒന്ന് കാണാനായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം നെഹമ്യ ചാപ്റ്റർ 2:8. ഓക്കെ, ഈ വാക്യം വായിക്കുമ്പോൾ ദയുള്ള ഒരു കരത്തെക്കുറിച്ച് നമുക്ക് കാണാൻ. നമുക്കറിയാം, നെഹമ്യാവ് ജെറുസലേമിൻ്റെ ആ പട്ടണത്തിലെ മതിലുകളൊക്കെ ഇടിഞ്ഞു വീട് കിടക്കുന്നത് കണ്ട് ഒരു കബ്ബീററായ, ഒരു പാനപാത്ര വാഹകനായ, കൊട്ടാരത്തിൽ നല്ല പൊസിഷനുള്ള ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, തകർന്ന് കിടക്കുന്ന മതിലുകളെ എനിക്ക് പണിയണം, എനിക്ക് പണിയണം, എനിക്ക് പണിയണം. അനേകർക്കില്ലാത്തൊരു ബേർഡൻ ഈ ദൈവദാസൻ ഏറ്റെടുത്ത് നേരെ രാജാവിൻ്റെ അടുത്ത് വളരെ വിഷമത്തോട് ചെല്ലുമ്പോൾ രാജാവ് ചോദിക്കും, എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത്? നിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഫേസോട് കൂടി ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് തന്നെ നെഹമ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സ്വന്തം പട്ടണത്തിൽ എൻ്റെ മതിലുകളൊക്കെ ഇടഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ സാധിക്കും? രാജാവ് പെട്ടെന്ന് ചോദിക്കണം, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത് ചോദിക്കുമ്പോൾ ഇദ്ദേഹം 3 കാര്യങ്ങൾ പെട്ടെന്ന് രാജാവിനോട് ചോദിക്കുകയാണ്. 1, എനിക്ക് പോകുവാനുള്ള കുറച്ച് ദിവസത്തെ ലീവ് എനിക്ക് തരണം. 2ാമത് ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഈ നദി കടന്ന് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ 2-3 ദേശാധിപതികളുണ്ട്, പക്ഷെ അവർക്കെല്ലാം നീ എഴുത്തു തരണം, എന്നെ സുഖമായിട്ട് യെരുശലേമിൽ എത്തിക്കാനുള്ള ഒരു എഴുത്ത് നീ തരണം. 3ാമത് പറയുകയാണ്, വനപാലകനായ ആസാഫിനോട് നീ പറയണം, എനിക്ക് ഈ പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മരങ്ങളും എനിക്ക് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഈ ദൈവദാസന് വേണ്ടി സ്വർഗം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് അറിയുമോ? അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതിൻ്റെ 8ാമത്തെ വാക്യത്തിൽ ഞാൻ അവിടെ വായിക്കുന്നു, അവൻ രാജാവിനോട് അപേക്ഷിച്ചു, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് ആ രാജാവ് എനിക്ക് അത് തന്നു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാനായിട്ട് സാധിക്കും? നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഈ ലോകത്തിലെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു രാജാവിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ
ഏത് അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന മേഖലയും ഇന്ന് രാത്രി ദൈവം നമുക്ക് വേണ്ടി അതിൻ്റെ മേൽ ഒരു അത്ഭുതത്തിന്റെ വഴികളെ ചെയ്യാനായിട്ട് പോകുക. ഒരുപക്ഷെ നമുക്ക് തോന്നും ഇത് പ്രയാസമുള്ള കാര്യമാ, ആർക്കും ഇതിന്റെ മധ്യത്തിൽ ഒരു നീക്കുപോക്ക് തരാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയാ, ഇല്ല ഇല്ല, രാജാതിരാജാവ് നിന്റെ വിഷയത്തിന്മേൽ ചലിച്ചു കഴിഞ്ഞാൽ, നിന്റെ വിഷയത്തിന്മേൽ ഇടപെട്ട് കഴിഞ്ഞാൽ എത്ര അസാധ്യമായ മേഖലകളെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? നല്ല രാജാവിന്റെ ദയവുള്ള കരം, നല്ല രാജാവിന്റെ ദയവുള്ള കരം ഇന്ന് രാത്രി ചിലർക്കൊക്കെ വേണ്ടി ഇന്ന് രാത്രിയിലൂടെ ചലിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയിൽ ദൈവത്തിന്റെ ദയവുള്ള കരം എനിക്ക് വേണ്ടി ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആരും നമുക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നില്ലെങ്കിലും ഇന്ന് രാത്രി രാജാവിന്റെ ദയവുള്ള കരം, ഓ രമന ശംദുനിയാതുരബലം. ഹാലലുയ. നമ്മളെ ഉയർത്തുന്നതിന് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഞാനങ്ങ് പറഞ്ഞു വിടുകയാണ്. ഹാലലുയ. പെട്ടെന്ന് ഇവരുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഇവിടെയാണ് മൊത്ത സംഭവങ്ങളുടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. കഥകളെല്ലാം മാറി മറിയുന്നതാണ് ഈ 31-ാമത്തെ വാക്യത്തിൽ. കർത്താവ് ഇവരുടെ കണ്ണ് തുറന്നെന്ന് പറയുമ്പോൾ പുറമേയുള്ള കണ്ണുകളല്ല, നേരത്തെ പുറമേയുള്ള കണ്ണുകളല്ല ഇവർ തുറന്ന് നന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് വരിക. പക്ഷേ ഇവരുടെ അകക്കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരം കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഞങ്ങൾ തർക്കിച്ചത് തെറ്റ്, ഞങ്ങൾ വാദിച്ചത് തെറ്റ്, ഞങ്ങൾ ഭയപ്പെട്ടത് തെറ്റ്, ഞങ്ങൾ നിരാശപ്പെട്ടത് തെറ്റ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് ഞങ്ങളോട് ഒരുവൻ പ്രോമിസ് ചെയ്തായിരുന്നു, പാതാള ശക്തികൾക്ക് എന്നെ ഒതുക്കുവാൻ കഴിയില്ല, മരണത്തിന്റെ ശക്തികൾക്ക് എന്നെ ഒതുക്കുവാൻ കഴിയില്ല, ഞാൻ കല്ലറകളെ ഭേദിച്ച് പുറത്തു വരുമെന്ന് ഞങ്ങളോട് പ്രോമിസ് ചെയ്തവൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ആ കാൽവറി ക്രൂസിന്റെ സ്നേഹം എത്ര പേർ ഇന്ന് രാത്രിയിൽ ഒന്ന് അനുഭവിച്ചറിയുന്നുണ്ട് ദൈവമക്കളെ? ഇന്ന് രാത്രിയിൽ കരയുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ആ രാജാവിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാ. ഓ രമന ശംദുനിയാതുര. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, യേശു അപ്പ എന്റെ മുമ്പിൽ നിൽക്കുക, എന്റെ വിഷയത്തിന് വേണ്ടി എന്നെ തള്ളിക്കളയാതെ, എന്നെ ഉപേക്ഷിക്കാതെ, ഞാൻ അകന്നു പോയപ്പോഴും, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടു മാറിപ്പോയപ്പോഴും, ഭയപ്പെട്ടിരുന്നപ്പോഴും എന്നെ വിട്ടുപോകാത്തൊരു കർത്താവിന്റെ സാന്നിധ്യം. മകളെ, ഇന്ന് രാത്രി ഭയങ്കര ഒരു ദൈവ സാന്നിധ്യം ഇവിടെ അനുഭവിക്കുകയാണ്. ഹാലലുയ. ഉപവാസത്തിന്റെ ആദ്യത്തെ രാത്രിയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ തൊടുകയാ. നിരാശപ്പെട്ടത് മതി, ഭയപ്പെട്ടത് മതി, കരഞ്ഞത് മതി. ഇന്ന് രാത്രി നല്ല രാജാവ്, നല്ല പിതാവ് നിന്റെ അരികെ നിൽക്കുകയാ. നിന്റെ അകം കണ്ടെന്ന് തുറന്നാൽ മതി, അവൻ നിനക്ക് വേണ്ടി സഹായം ചെയ്യുന്ന രാത്രിയായി മാറുകയാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, ദൈവം നമ്മുടെ അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാലുണ്ടല്ലോ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ദൈവം നമ്മുടെ അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 3 കാരണം. 1, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന കരുതൽ കാണാൻ പറ്റും. ഒരാമേൻ പറയാമോ? ദൈവം നമ്മുടെ അകക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കരുതൽ കാണാൻ പറ്റും. 2, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സംരക്ഷണ കാണാൻ പറ്റും. 3, ദൈവത്തെ കാണാൻ, യഥാർത്ഥമായിട്ട് കാണുവാൻ. ആമേൻ, ഹല്ലേലൂയ. മറ്റു രണ്ടതിനേക്കാളും പ്രാധാന്യം ദൈവത്തെ യഥാർത്ഥമായിട്ടൊന്ന് കാണുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ദൈവം ഒരുക്കിയിരിക്കുന്ന കരുതൽ കാണുമെന്ന് പറയുമ്പോഴേക്ക് പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് ഹാഗാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയാം. ഹല്ലേലൂയ. അവൾ അബ്രഹാമിൻ്റെയും സാറയുടെയും ഭവനത്തിൽ ഒരു ദാസിയായിട്ട് വന്നവളാ. ആ സാറ ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് പാവപ്പെട്ട ഈ സ്ത്രീ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും, അബ്രഹാമിൻ്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ അടുത്തേക്ക് പോകും. ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിയാത്ത നിസ്സഹായായിട്ടുള്ള ഒരു സ്ത്രീ. എന്നാൽ വീട്ടിലെ ഉപദ്രവം അതികഠിനമായപ്പോൾ ഇവൾ വിട്ടുപോകുക. നിറവേറുമായിട്ട് ഇവൾ മരുഭൂമി ഓടുക. അവൾ ശൂർ മരുഭൂമിയിൽ അടുക്കലേക്ക് എത്തുമ്പോഴേക്കാണ് പെട്ടെന്ന് തന്നെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയാണ്, ഹാഗാറേ, നീ ഒരു കാര്യം ചെയ്, നീ അവരുടെ വീട്ടിൽ തിരികെ പോയി അവർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മൗനമായിട്ടിരിക്കുക, ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളൊക്കെ ചെയ്തു കൊള്ളാം. വീണ്ടും കുറേ നാളുകൾ ദൂതൻ പറഞ്ഞതുപോലെ തന്നെ അവൾ ആ വീട്ടിൽ പോയി അബ്രഹാമിനും ആ സാറയ്ക്കും കീഴടങ്ങി മൗനമായിട്ടിരിക്കുക. പക്ഷെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറായുടെ വിധങ്ങളെല്ലാം അങ്ങ് മാറി. അബ്രഹാമിനോട് പറയും, ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അവസാനം ഒരു തുരുത്തി വെള്ളം, ഒരല്പം അപ്പവും കൊടുത്തിട്ട് ഈ സ്ത്രീയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക. ഒരു പിഞ്ചു കുഞ്ഞുമായിട്ട് ഇവൾ വീണ്ടും ഒരു മരുഭൂമിയിലേക്കാണ് പോകുന്നത്. ആദ്യം പോയത് ശൂർ മരുഭൂമിയിലാണെങ്കിൽ രണ്ടാമത് പോകുന്നത് ബെർശേബ മരുഭൂമിയിലാണ്. ആദ്യം പോയ മരുഭൂമിയുടെ ഒരു പ്രത്യേകത, ശൂരിനരികെ ഒഴുകുന്ന ഒരു നീരുറവുണ്ട്, അവൾക്കത് നന്നായിട്ട് കാണാം. എന്നാൽ രണ്ടാമത്തെ ബെർശേബ മരുഭൂമിയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യിലിരുന്ന വെള്ളം മുഴുവൻ തീർന്നു. കയ്യിൽ
കയ്യിലിരുന്ന അപ്പക്കഷ്ണങ്ങൾ മുഴുവൻ തീർന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾക്കൊരു കാര്യം ഉറപ്പിച്ചു. അല്പസമയം കഴിയുമ്പോൾ ഈ കുഞ്ഞു മരണത്തിന് കീഴടങ്ങാനായിട്ട് പോകുക. പക്ഷെ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഒരു അൻപിൻപാട് ദൂരത്ത് മാറ്റി കിടത്തിയിട്ട് ഇവൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കരയുക. പക്ഷേ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ബാലന്റെ നിലവിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒതുങ്ങിയിരുന്ന, മൗനമായിട്ടിരുന്ന, കീഴടങ്ങിയിരുന്ന ഹാഗാറിന് വേണ്ടി ദൈവം എന്താ ചെയ്തു കൊടുത്തെന്നറിയാമോ? മൾട്ടി ബില്യണറായിരുന്ന അബ്രഹാം കൊടുത്തുവിട്ടത് ഒരൽപ്പം വെള്ളം, ഒരൽപ്പം ആഹാരം. അവന് വേണമെങ്കിൽ ഒരു നീരുറവ വരെ തുറന്നു കൊടുക്കാനുള്ള കാശ് അബ്രഹാമിന്റെ കയ്യിലുണ്ട്. പക്ഷെ സാറായുടെ വാക്ക് കേട്ട് ഒരൽപ്പം വെള്ളം കൊടുത്തു വിട്ടെങ്കിൽ ഒരു നീരുറവ് പോലും കാണാതെ മരണം കാത്തു കിടന്ന അവൾക്ക് വേണ്ടി അടുത്ത നിമിഷത്തിൽ എന്താ സംഭവിക്കുന്നത്? അവളുടെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അരികിൽ കൂടി ഒഴുകുന്ന ഒരു നീരുറവ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു വഴിയും തുറന്നു തന്നില്ലെങ്കിലും, ഒരു നീരുറവയും കാണുന്നില്ലെങ്കിലും അകക്കണ്ണൊന്ന് തുറന്ന് ഇന്ന് രാത്രിയിൽ ആർക്കൊക്കെയോ വേണ്ടി ഇതുവരെ കാണാത്ത ചില നീരുറവകൾ. ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കുക മക്കളെ. ഇന്ന് രാത്രിയിൽ ആർക്കൊക്കെ വേണ്ടി, കരയുന്ന ചിലർക്ക് വേണ്ടി, നീ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ഒരു നീരുറവൊഴുകുക. അകക്കൊണ്ടൊന്ന് തുറന്ന് കാണുവാൻ എത്ര പേര് ഒരുക്കമാ? നിന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കിയാലും, രക്തബന്ധങ്ങൾ നിന്നെ അകറ്റി നിർത്തിയാലും, ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് പറയാം, നീ മൗനമായിട്ടിരിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധമ്മ ആരോടൊക്കെയോ പറയുക, പ്രതികരിക്കാൻ പോകണ്ട. നിന്റെ ദൈവം ജീവനുള്ള ദൈവമെന്ന് ചിലരൊക്കെ അറിയാനായിട്ട് പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? നിന്റെ ദൈവം ജീവനുള്ളവനെന്ന് നിന്നെ കളിയാക്കിയവരുടെ നടുവിൽ ദൈവം ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാവട്ടെ. Thank you Holy Spirit. നോക്കിയ മരണം ആഗ്രഹിച്ച് പുറത്താക്കിയവരുടെ നടുവിൽ ഹല്ലേലൂയ ഇതുവരെ നിൽക്കാത്ത ഒരു നീരുറവിന്റെ ഒരു സാക്ഷിയായിട്ട് ദൈവം ആ സ്ത്രീയെ ഹല്ലേലൂയ തന്റെ മകനെ മാറ്റിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുക, ചിലരെയൊക്കെ ദൈവം ചില സാക്ഷികളാക്കി, അത്ഭുതത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരാക്കി ഇന്ന് രാത്രി ദൈവം മാറ്റാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഞാൻ വേഗത്തിലങ്ങ് പറഞ്ഞു വിടുക. രണ്ടാമത് സംഭവിക്കുന്നത്, കണ്ണു തുറന്നു കഴിഞ്ഞാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണാനായിട്ട് പറ്റും. എന്താ ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണത്തിന്റെ പ്രത്യേകത? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എലീശായും ഒരു ബാല്യക്കാരനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അരാം രാജാവ് ഇസ്രായേൽ രാജാവിനെ കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. 2 പ്രാവശ്യം ഇദ്ദേഹം കൊല്ലാൻ ശ്രമിച്ചപ്പോഴും പ്രവാചകനായ എലീശ ദൈവം കൊടുത്ത ആലോചന ഇസ്രായേൽ രാജാവിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യം മരണത്തിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെടുക. പെട്ടെന്ന് തന്നെ അരാം രാജാവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ചാരപ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, ഞാൻ ഇവിടെ എന്തെല്ലാം പ്ലാൻ ചെയ്യുന്നോ അത് ഈ രാജാവ് പറയുക, ഇസ്രായേൽ രാജാവ് പറയുക. പെട്ടെന്ന് തന്നെ അവിടെ കൂടിയിരിക്കുന്ന ഒരാൾ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ സ്പൈ വർക്കൊന്നും നമ്മുടെ നടുവിലുള്ള അവിടെ ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പ്രത്യേകത നാം ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന, എന്നെ ആ വാക്ക് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി, ശയനഗ്രഹത്തിൽ സംസാരിക്കുന്നത് പോലും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഈ വാക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊറ്റയാഗ്രഹം, എലീശ പ്രവാചകനെ പിടിക്കണം. അദ്ദേഹം ഇപ്പോൾ ദോതാനിലാണ്. പെട്ടെന്ന് തന്നെ കുറെ ആൾക്കാര്, കുറെ കുതിരച്ചേവകരുമായിട്ടും അവർ പടയാളികളുമായിട്ട് ഈ മനുഷ്യനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ എലീശയുടെ കൂടെയുള്ള ബാല്യക്കാരൻ കതക് തുറന്നു നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, ദേശമെല്ലാം അരാം രാജാവ് ചുറ്റിയിരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ മരിക്കാനായിട്ട് പോകുക. പക്ഷേ പേടിക്കാത്ത, ദൈവത്തിൽ ആശ്രയമുള്ള, യഹോവയിൽ ആശ്രയമുള്ള ഈ മനുഷ്യൻ പറയുന്ന, എലീശ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ, ദൈവം ഒരുക്കിയിരിക്കുന്ന സംരക്ഷണം കാണുവാൻ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. എവിടുത്തെ കണ്ണ? അകം കണ്ണൊന്ന് തുറക്കണമേ. അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇതുവരെ കാണാത്ത അശ്വമായ രഥങ്ങളും കുതിരകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൂതന്മാരുടെ വലിയൊരു സഞ്ചയം കണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണം എത്ര വലുതാതെ മക്കളെ. നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ ഡ്രൈവിങ്ങിന്റെ സ്കില്ല് കൊണ്ടല്ല, പക്ഷെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സംരക്ഷണം, അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. മരണത്തിന് എപ്പോഴേ കീഴടങ്ങേണ്ടതായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ സംരക്ഷണം. രമന ശംദുനിയാ ദുരബല. ഹല്ലേലൂയ.
നമുക്ക് പ്രതികരിക്കാൻ കഴിവില്ലെങ്കിലും ഒരു നല്ല രാജാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി പ്രതികരിച്ചോളും. വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാം, മൗനമായിരിക്കും, പ്രതികരിക്കാൻ പോകണ്ട. കഴിവില്ലാഞ്ഞിട്ടല്ല, ബലമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവം വീണ്ടും വീണ്ടും പറയുന്നതാണ്, മൗനമായിട്ടിരിക്കുക, മൗനമായിട്ടിരിക്കുക, മൗനമായിട്ടിരിക്കും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്, ദൈവത്തെ കാണുവാൻ അവരുടെ കണ്ണ് തുറന്നു. ഈ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് മറുരൂപ മലയിലേക്ക് നമുക്കറിയാം. അവിടെ യേശു കർത്താവ് തന്നെ 3 ശിഷ്യന്മാരെ വിളിക്കുക, പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ വിളിച്ചിട്ട് പറയുക, നമുക്ക് അല്പസമയം അവിടെ പോയിരുന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ 3 ശിഷ്യന്മാരും ഭയങ്കര ആഗ്രഹത്തോടുകൂടി ഈ മലയുടെ മുകളിലേക്ക് കയറി ഏറ്റവും മുകളിലെത്തിയപ്പോഴേക്കും ദൈവം കൊടുത്ത ഉദ്ദേശം, ആ ഒരു ലക്ഷ്യം ഇവർ മറന്ന് ഇവർ ഉറങ്ങിപ്പോയി. പക്ഷേ ഈ 3 ശിഷ്യന്മാരും പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇതുവരെ കാണാത്തൊരു യേശുവപ്പായ അവിടെ കാണുക. അവൻ്റെ മുഖമെല്ലാം ഇങ്ങനെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുക, അവൻ്റെ വസ്ത്രമെല്ലാം ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല, ഇതുവരെ പേരും മാത്രം കേട്ടിട്ടുള്ള 2 പേര് യേശുവിനോട് സംസാരിക്കുന്നത് കണ്ടു. ആരൊക്കെയാ? മോശയും ഏലിയാവും യേശുവിനോട് സംസാരിക്കുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, നാഥാ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. പക്ഷെ ഇതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം വരിക, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പി. പെട്ടെന്ന് തന്നെ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന 2 പേരെ അവിടെ അപ്രത്യക്ഷമായി. യേശുവും ശിഷ്യന്മാരും മാത്രം ശേഷിച്ചു. യേശുവും ഈ 3 ശിഷ്യന്മാരും മാത്രം ശേഷിച്ചു. അവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? പത്രോസ് ചിന്തിച്ചൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ കൂടെ തുല്യ പ്രാധാന്യം കൊടുത്തവരാണ് ആ മോശയും ഏലിയാവും എന്ന് പത്രോസ് ചിന്തിച്ചപ്പോൾ അവൻ്റെ ചിന്തകളെല്ലാം മാറ്റിയിട്ട് പറയുകയാണ്, അല്ല അല്ല, അവരെക്കാളുമെല്ലാം ഉന്നതനായിട്ടുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ പേര് എത്ര? നസറേനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി യേശുവിനെ തനിയെ ഒന്ന് കാണുവാൻ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂട്ടുവാനല്ല. ഹല്ലേലൂയ. മോശയുടെ ഏലിയാവിനെ കൂട്ടത്തിൽ കൂട്ടുവാനല്ല. നമ്മുടെ യേശു അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവെങ്കിൽ ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ആ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആ അത്ഭുത മന്ത്രിയുടെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, ഞങ്ങളുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് യേശുവിന്റെ ശക്തിയുടെയും പ്രത്യക്ഷതയും കുറിച്ച് പറഞ്ഞത് നിർമ്മിത കഥകൾ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട. ഓ, എത്ര അർത്ഥവത്താന്ന് നോക്കിയാണ്. കുറെ കെട്ടുകഥകൾ പറഞ്ഞ് നമ്മളെ, കിഴവക്കഥകളും പറഞ്ഞ് നമ്മളെ എന്തോ മായാലോകത്തിലാക്കുകയല്ല ഇത് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തി, ഒരാമേൻ പറഞ്ഞ മക്കളെ, ഇന്ന് രാത്രി ആ ശക്തി ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? അവന്റെ പ്രത്യക്ഷത, ഓ, കർത്താവിന്റെ പ്രത്യക്ഷത. നമ്മൾ ആരാധിക്കുന്ന ഒരു സാധാരണക്കാരനെയല്ല, നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നവനാ. മരണത്തിൽ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, അവന്റെ പ്രത്യക്ഷം നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടില്ല. അവന്റെ മഹിമ കണ്ട, അവന്റെ മഹിമ കണ്ട, അവന്റെ മഹിമ കണ്ട, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് അത്രയും. ഓ ഹല്ലേലൂയ. നോക്കിയേ, യേശുവിനെ ഇവരെ യഥാർത്ഥമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഇവരുടെ ഈ വഴിയാത്രയിലെല്ലാം യേശു ഇവരോട് തിരുവചനം സംസാരിച്ചുകൊണ്ടിരുന്നു. ഭയങ്കര പ്രാധാന്യമായി മക്കളെ ഈ തിരുവചനത്തിന്മേലുള്ളത്. നമ്മൾ ഈ തിരുവചനത്തിനോട് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരുപക്ഷെ നമ്മൾ കേട്ട ഇതേ പ്രസംഗം തന്നെ നാളെ ഇപ്പം സുൽപാസ് ഇവിടെ പ്രസംഗിച്ചാലും ദൈവം മറ്റൊരു റെവലേഷൻ ആയിരിക്കും കൊടുക്കുന്നത്. കാരണം എത്ര കുടിച്ചാലും തീരാത്ത രീതിയിൽ ദൈവത്തിൻ്റെ വചനം അത്രമാത്രം ശക്തിയാണ്. ഇവർക്ക് ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. അർത്ഥം, ഉള്ളത്തിന് ഇങ്ങനെ കുത്തുകൊണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് കുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ സമയം ലഭിക്കുമ്പോഴൊക്കെ നമുക്കൊന്ന് വായിക്കാം ദൈവമക്കളെ. നമുക്ക് കണ്ണിന് ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് നന്നായിട്ട് തിരുവചനം വായിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കൈകൾക്കും കാലുകൾക്കും ആരോഗ്യമുള്ളപ്പോഴേ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ പ്രാധാന്യം കട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇവർക്ക് നഷ്ടമായതല്ലേ ഇവർക്ക് ഇങ്ങ് തിരിച്ചു കിട്ടി. വേഗത്തിൽ അങ്ങ് പറയുക, എന്താ ഇവർക്ക് നഷ്ടമായത്? ആത്മീയ അനുഭവങ്ങൾ പറയുവാനുള്ള നാവ് ഇവർക്ക് നഷ്ടമായി. കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം തർക്കത്തിൻ്റെയും
വാഗ്വാദത്തിൻ്റെ അനുഭവമാണ്. 2, ആത്മീയാനുഭവങ്ങൾ കാണുവാനുള്ള കണ്ണ് നഷ്ടമായി. എന്തു പറ്റി? കുരുടായിപ്പോയി. പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു കിട്ടി. 3, ആത്മീയ തേജസ് അനുഭവിക്കാൻ കഴിയാത്ത മുഖം. എന്താ മുഖത്തിന് പറ്റിയ? വാടിയ മുഖമായിരുന്നു. പക്ഷേ ഇപ്പോൾ തേജസ് കൊണ്ട് നിറഞ്ഞു. ആത്മീയ സന്തോഷം കഴിയാത്ത ഒരു മനസ്സ്. പക്ഷേ ഇത്രയും ഉണ്ടെങ്കിലും ഈ 2 പേരോട് ഒരു തീരുമാനമെടുത്തു. അന്ന് രാത്രി തന്നെ നമ്മൾ ആ വായിച്ച ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 33. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് 13 എന്താ വായിച്ചേ? അന്ന് തന്നെ അവർ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്ക് പോയി. പക്ഷേ 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങി വന്നു. ഈ 2 പേരുടെ ഈ ഒരു ധൈര്യം എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. 11.5 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് യേശുവിൻ്റെ കൂടെ ഒരു 2.5 മണിക്കൂർ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുന്നു. ഇനി നാളെ എവിടെ ക്ലാസ് 2.5 മണിക്കൂർ എന്നൊന്നും പറഞ്ഞാൽ ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഞാനങ്ങ് ഇമാജിൻ 2.5 മണിക്കൂർ കൂടെ ഇരുന്ന് കാണും. പക്ഷേ അന്ന് രാത്രിയാണേ ഏകദേശം ഒരു മിഡ് നൈറ്റ് ആയി കാണും. പക്ഷേ ഇത് 2 പേരും ഒരുമിച്ച്, ഞാനിങ്ങനെ കൈ കൊടുത്തിട്ട് പറയാം, ഒരൊറ്റ സെക്കൻഡ് പോലും ഇനി നമുക്ക് ഇവിടെ ഇരിക്കണ്ട. വാഗ്ദത്തത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. വാഗ്ദത്തത്തിലേക്ക് മടങ്ങിപ്പോകാം. ഇന്ന് രാത്രിയിൽ എത്ര പേര് ഒരുക്കമാണ്? ഒരു നിമിഷം നിങ്ങൾക്ക് എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എനിക്കറിയാം സമയം ഒന്ന് പോയി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചില അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് ചിലരുടെ കണ്ണുകളൊന്ന് തുറക്കുന്ന രാത്രിയായി മാറുക. ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും പ്രാരംഭ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലതിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് ഇതുപോലെ ഒരു എരിവുണ്ട്? എനിക്ക് എൻ്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ മുറുകെ പിടിച്ചത്, ഞാൻ ചിന്തിച്ചതൊക്കെ മാറി മറയട്ടെ കർത്താവേ. ആ ദൈവം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്ന രാത്രിയെ മാറട്ടെ. എത്ര പേര് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം ചിലരെയൊക്കെ തൊടുകയാണ്. ആ യേശുവിന്റെ അത്ഭുതത്തിന്റെ വിടുതൽ കാണുവാൻ ചിലരുടെ കണ്ണുകൾ തുറക്കുന്ന രാത്രിയായി ഇന്ന് മാറുകയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ വെറുതെ ഹല്ലേലൂയ ഇരിക്കാനല്ല കർത്താവേ, അങ്ങയുടെ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പ്രിയ പ്രിൻസാൻ, ഇന്ന് രാവിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കർത്താവേ അങ്ങയുടെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? വാഗ്ദത്തത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവം പറഞ്ഞ ഇടത്തു നിന്നും വാഗ്വാദങ്ങളും തർക്കങ്ങളുമായി കണ്ണു കുരുടായി പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാടിയ മുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവം പറയാം, മടങ്ങി വാ. നിനക്ക് വേണ്ടി ഒരുവൻ വെയിറ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്ന ശുശ്രൂഷകൾ ലോകം ഇതുവരെ കാണാത്തൊരു ശുശ്രൂഷ. ദൈവം നിങ്ങളെ മാത്രം അതിന് കണ്ടിരിക്കുന്നത്, മറ്റൊരുവനെ അതിന് കണ്ടിട്ടില്ല ദൈവം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ നൽകുന്ന ഒരു വേർഡ് ഞാൻ അതുപോലെ അങ്ങ് പറയുകയാണ്. ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്ത് ദൈവം വേറെ ആളെ റീപ്ലേസ് ചെയ്യത്തില്ല. വീണ്ടും ഞാൻ ആ വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന അതുപോലെ ഞാൻ പറയുക. ദൈവം നിന്നെ ചില ഉദ്ദേശത്തോടെ പല പ്രാവശ്യം ദൈവത്തിൽ നിന്ന് ഈ ഒരു ശബ്ദം നീ കേട്ടതാണ്. പക്ഷെ വീണ്ടും മാറ്റിവെച്ച് നാളെ ആകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുക, നിനക്ക് വേണ്ടി നിന്നെ വിടാത്തൊരു കർത്താവ് ഇന്ന് രാത്രി നിന്റെ സ്ഥാനത്ത് വേറൊരുവനെ ദൈവം റീപ്ലേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ 11.5 കിലോമീറ്ററും യേശു കർത്താവ് ഈ 2 ശിഷ്യന്മാരുടെ കൂടെ നടന്നതെങ്കിൽ ഇന്ന് രാത്രി ദൈവം ഈ നിക്കോഗ് ദോഹയിൽ ദൈവം ചിലരെ കണ്ടിരിക്കുക. ദൈവത്തിന് നിങ്ങളെ അല്ലാതെ മറ്റൊരുവനെ ഈ സ്ഥാനത്തേക്ക് വഹിക്കുവാൻ ദൈവത്തിന് പദ്ധതിയില്ല.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെ മാത്രമേ ആ സ്ഥാനത്ത് ആവശ്യമുള്ളൂ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒഴിവ് കഴിവുകൾ പറയുന്നവരായിട്ടല്ല, ഈ രണ്ട് ശിഷ്യന്മാരും പറഞ്ഞ പോലെ ഐ ആം റെഡി എന്ന് പറയുവാൻ ദൈവം ഇവിടെ ചിലരെ ആഗ്രഹിക്കുക. ദൈവം ഇവിടെ ചിലരെ ആഗ്രഹിക്കുക. നമ്മുടെ ഈ സഭയിൽ നിന്ന് ദൈവം അങ്ങനെ ചിലരെ ആഗ്രഹിക്കുക. ഇതുവരെ പറഞ്ഞ ഒഴിവുകഴികൾ മാറ്റിവെക്ക്, എക്സ്ക്യൂസുകൾ മാറ്റിവെക്ക്. ദൈവം നിങ്ങളൊരു അഭിഷേകത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ദൈവം നിങ്ങളെ വലിച്ചെറിയുക. ദൈവം നിങ്ങളെ വലിച്ചെറിയുക. വീണ്ടും വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാ പറയുന്നത്. അങ്ങനെ തന്നെ പറയാം. ദൈവം വേറൊരുവനെ നിങ്ങളുടെ സ്ഥലത്ത് പകരമായിട്ട് കണ്ടിട്ടില്ല. ഞാനൊരു 2-3 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ചിലരെ ദൈവം ഇവിടെ കണ്ടിരിക്കുക. ദൈവത്തിന് നിങ്ങളെയാ വേണ്ടിയത്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ അങ്ങനെ ചിലരെ ദൈവം കണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. പകരക്കാരനായിട്ടല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യേണ്ട ശുശ്രൂഷ കർത്താവേ അത് ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കൂ. ദൈവമക്കളെ, ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം അവരൊരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ പേരുകൾ പിന്നീടൊന്നും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുന്നവനെ മറന്നു കളയുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്ന് രാത്രിയിൽ അങ്ങനെ ചിലരെ ദൈവം ഇവിടെ ഒരുക്കിയിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ ശമനറാം ദുനിയാതുരവ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്പസമയം നിങ്ങളുടെ അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എത്ര പേര് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ എത്ര പേര് ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിന്റെ പുതിയൊരു തലത്തിലേക്ക് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ഒരു ആത്മനിധിയുടെ പ്രവാഹത്തിലേക്ക് ഇന്ന് രാത്രിയിൽ എത്ര പേര് ഒരുങ്ങുവാൻ തയ്യാറാ? ഓ രമന ശാന്തി.